നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ആൽബർട്ടയിലെ അവസാന കൽക്കരി പ്ലാന്റും അണഞ്ഞു. ഓർമ്മകളിലാളുന്ന അഗ്നി പടർത്തി ആൽബർട്ടയിലെ അവസാന കൽക്കരി പ്ലാന്റിനും ഞായറാഴ്ച രാത്രി 10:57 അന്ത്യമായി. കാനഡയുടെ പൂർവ്വകാല സപതികളെ പുഷ്കലമാക്കിയിരുന്ന 1000 കുതിരശക്തിയുള്ള എഞ്ചിനുകളെ ചലിപ്പിച്ചിരുന്ന കൽക്കരി കൊണ്ട് പ്രവർത്തിച്ചിരുന്ന അവസാന പ്ലാന്റും ആധുനിക ഊർജ്ജ സ്രോതസ്സിലേക്ക് ചുവടുമാറുകയാണ്. അനിവാര്യമായ മാറ്റത്തിന് കീഴടങ്ങുമ്പോഴും നെഞ്ചിൽ കൽക്കരി ചൂടുമേറ്റൊരു എഞ്ചിൻ മുന്നോട്ട് നീങ്ങുന്ന ചൂളം വിളി ഉള്ളിൽ നിർത്താതെ മുഴങ്ങുന്നത് കേൾക്കുന്നില്ലേ? ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നാടുകടത്തലിലേക്ക് നയിച്ചേക്കാവുന്ന സമീപകാല ഇമിഗ്രേഷൻ നയമാറ്റങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനും പ്രകടനങ്ങൾ പുനരാരംഭിക്കാനും ജൂൺ 19 വലിയ ബ്ലാക്ക് ഔട്ട് സംഘടിപ്പിക്കുന്നു. ജൂൺ 20 പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിലേക്കുള്ള നാമനിർദ്ദേശങ്ങൾക്കുള്ള നറുക്കെടുപ്പിന് മുന്നോടിയായി തങ്ങളുടെ ശക്തി തെളിയിക്കുകയും അതുവഴി നയമാറ്റത്തിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ അറിയിച്ചു. വെള്ളരിക്ക പട്ടണമാകുന്ന എയർലൈൻ ചാർജുകൾ സീസൺ നോക്കി യാത്രക്കാരനെ കഴുത്തിറക്കാൻ മത്സരിക്കുകയാണ് വിവിധ എയർലൈൻ കമ്പനികൾ. ഏറ്റവും ഒടുവിലായി വെസ്റ്റ്ജെറ്റ് എയർലൈൻസിൽ മൊബൈലിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ $25 അധിക ചാർജ് ഏർപ്പെടുത്തിക്കൊണ്ട് കൊള്ളയുടെ പുതിയ ആകാശജാലകങ്ങൾ തുറക്കുകയാണ്. കഴിഞ്ഞ വർഷം എയർ കാനഡയും ഇவ்விധം എക്കണോമി ഫ്ലൈറ്റിൽ സീറ്റ് സെലക്ഷന് ഫീ ഏർപ്പെടുത്തിയിരുന്നു. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നേരിട്ട വിമർശന ശരത്തെ തുടർന്ന് ആ ഫീ അപ്രത്യക്ഷമാവുകയായിരുന്നു. അധിക ലഗേജിൻ്റെ പേരിലുള്ള കൊള്ള സകല സീമകളും ലംഘിച്ചാണ് മുന്നേറ്റം. ഓരോ എയർലൈനും അവരുടെ കണക്കുപ്രകാരമുള്ള അധിക ബാഗേജ് ഫീ ഈടാക്കുമ്പോൾ നട്ടം തിരിഞ്ഞ് നക്ഷത്രക്കാൽ എണ്ണുന്നത് പാവം പാസഞ്ചർ എന്ന് ജീവിക്കുന്ന രക്തസാക്ഷി മാത്രമാണ്. മോദി സർക്കാരിൻ്റെ 3ാം വരവ് ഇന്ത്യയുമായി വലിയ വിഷയങ്ങളിൽ ഇടപെടാനുള്ള അവസരമാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ട്രൂഡോ. തീർച്ചയായും ഇന്ത്യയുമായി കാനഡയ്ക്ക് മുറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം വലിയ ബന്ധങ്ങളുണ്ട്. കനേഡിയരിൽ വലിയൊരു വിഭാഗം ഇന്ത്യൻ വംശജരാണ്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. ഒരു ആഗോള സമൂഹമെന്ന നിലയിൽ ജനാധിപത്യ രാജ്യങ്ങളെന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട നിരവധി വലിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നും ട്രൂഡോ വ്യക്തമാക്കി. G7 ഉച്ചകോടിക്കിടെ ഇറ്റലിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനു ശേഷമാണ് ട്രൂഡോയുടെ അഭിപ്രായമെന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.